The moment of resistance of a beam section 200 millimeter wide and 400 millimeter effective depth with 4 bars of 16 millimeter diameter of Fe250 grade steel. Use M20 concrete. 200 millimeter wide ആയിട്ടുള്ള ഒരു ബീമാണ്. ഇഫക്റ്റീവ് ഡെപ്ത് 400 millimeter ആണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് 4 ബാർ ഓഫ് 16 millimeter ഡയമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ 4 ബാർ വരയ്ക്കുക. അതിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 400 millimeter. ഓക്കെ, 4 bars, 4 numbers of bars, 16 millimeter diameter, ഗ്രേഡ് 250 ഗ്രേഡ് സ്റ്റീൽ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ബീം റെസിസ്റ്റ് ചെയ്യുന്ന പരമാവധി മൊമെൻ്റാണ്. സോ ദിസ് ഈസ് ആൻ അനാലിസിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഓഫ് ദിസ് ബീം. സോ ലെറ്റ് us ടേക്ക് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. As usual, neutral axis in the depth xu is equal to 0.87 Fy AST divided by 0.36 FCK B. ഇവിടെ ഓരോ ടേംസ് എന്താണെന്ന് നമ്മൾ എഴുതുക. Fy എന്താണ്? 250 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. സ്റ്റീലിൻ്റെ ഗ്രേഡാണ്. 250 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. FCK എന്താണ്? M20 ആണ് കോൺക്രീറ്റ്. 20 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത വാട്ട് ഈസ് ബി? വിഡ്ത്ത് ഓഫ് ബീം ഈസ് 200 millimeter. ആൻഡ് ഫൈനലി വാട്ട് ഈസ് AST? AST എത്രയാണ്? 4 bars ഓഫ് 16 millimeter diameter. 3 millimeter സ്ക്വയർ. ഓക്കെ, ഇനി ഇതെല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.87 Fy AST divided by 0.36 FCK B. ഇത് സോൾവ് ചെയ്യണം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 121.50 millimeter. ഇത്രയാണ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഓഫ് ദിസ് ബീം. നമുക്കറിയാം ഈ ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ only for balanced and under reinforced section. അപ്പോൾ കൃത്യമായി ഏത് സെക്ഷൻ ആണെന്ന് അടുത്ത് കണ്ടുപിടിക്കണമെങ്കിൽ XU max കൂടെ അറിയണം. സോ XU max കണ്ടുപിടിക്കണം. XU max is equal to, ഇവിടെ XU maxൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേജ് നമ്പർ 70 ഓഫ് IS 456 പേജ് നമ്പർ 70 എടുത്ത് നോക്കിയാൽ അവിടെ XU max എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. XU max for Fe250 grade steel, it is 0.53 times effective depth D for Fe250 grade steel ആണ്. അപ്പോൾ 0.53 ടൈംസ്. ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? 400 millimeter. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 212 millimeter എന്ന് നമുക്ക് കിട്ടും. Therefore, XU is less than XU max. Since XU is less than XU max, എന്ത് സെക്ഷനാണിത്? This is an under reinforced section. ഇനി ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് MU is equal to കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവറാം അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവറാം. ഞാനത് കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവറാം വെച്ച് സോൾവ് ചെയ്യാം. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.36 FCK BXU ഇൻറ്റു ലിവറാം ഈസ് D minus 0.42 XU. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0.36 ഇൻറ്റു 20 ഇൻറ്റു 200 ഇൻറ്റു XU എന്ന് പറയുന്നത് 121.50 ഇൻറ്റു D 400 മൈനസ് 0.42 XU.
121.50. ഇത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും 61.06 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇതിനെ കിലോ ന്യൂട്ടൺ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 10⁻6 ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടൺ ബിക്കംസ് കിലോ ന്യൂട്ടൺ ആൻഡ് മില്ലിമീറ്റർ ബിക്കംസ് മീറ്റർ. അപ്പോൾ ഈ 10⁻6 ക്യാൻസലായി പോകും. 61.06 കിലോ ന്യൂട്ടൺ മീറ്റർ. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ കാണുക. ഫൈൻഡ് ദ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഓഫ് സൈസ് 200/450 millimeter. Use M25 concrete and Fe415 grade steel. Effective cover to the reinforcement is 40 millimeter. Also determine the limiting percentage of steel. സോ ഈ ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യും? ഇത് എന്ത് തരത്തിലുള്ള ചോദ്യമാണ്? ഇവിടെയും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്ന് നോക്കാം. ആദ്യം ബീം ക്രോസ് സെക്ഷൻ വരയ്ക്കുക. ബീം സൈസ് പറയുന്നുണ്ട് 200 millimeter by 450 millimeter എന്നാണ് പറയുന്നത്. 200 millimeter വിഡ്ത്തും 450 millimeter എന്നേ പറയുന്നുള്ളൂ. സോ വേറൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഓവറോൾ ഡെപ്ത് ഓഫ് ദ ബീം. ഓവറോൾ ഡെപ്ത്, ഇഫക്റ്റീവ് അല്ല, ഓവറോൾ ഡെപ്ത് ആണ് 450 millimeter. ഇത് വിഡ്ത്ത് ആണെങ്കിൽ 450 millimeter represents the overall depth of the beam. Overall depth. Okay. ഇനി യൂസ് M25 concrete and Fe415 grade steel. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴേ എഴുതി വയ്ക്കാം. FCK is 25 Newton per millimeter square and grade of steel Fy is equal to 450 Newton per millimeter square. ഇനി അടുത്ത പറയുന്നത് ഇഫക്റ്റീവ് കവർ ടു ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് 40 millimeter. അപ്പോൾ ഇവിടെ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്തോ കുറച്ച് സ്റ്റീൽ ബാർസ് ഉണ്ട്. എത്രയാണെന്ന് നമുക്കറിയില്ല. സോ സം സ്റ്റീൽ ബാർസ് ആർ ദെയർ. നമുക്ക് ഇങ്ങനെ തൽക്കാലം റെപ്രസെൻ്റ് ചെയ്യാം. 4 എണ്ണമാണോ അല്ലെങ്കിൽ 3 എണ്ണമാണോ ഒന്നും ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കവർ ടു ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഇഫക്റ്റീവ് കവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ ബോട്ടം ടെൻഷൻ സൈഡ്, ബോട്ടം എക്സ്ട്രീം ടെൻഷൻ ഫൈബർ തൊട്ട് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ലെയറിൻ്റെ മിഡിൽ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഇഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് 40 millimeter. അത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ ഡെപ്ത് അറിയാം, ഇഫക്റ്റീവ് കവറും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ തൊട്ട് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ലെയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഡിസ്റ്റൻസാണ് ഇഫക്റ്റീവ് ഡെപ്ത്. ഇത് കണ്ടുപിടിക്കാം അല്ലേ? സോ ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. ഇനി വേറെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് ബീം കണ്ടുപിടിക്കേണ്ടത്. ടു ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് MU ലിമിറ്റാണ്. MU ലിമിറ്റ്, ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് പെർസെൻറ്റേജ് സ്റ്റീൽ, ലിമിറ്റിംഗ് പെർസെൻറ്റേജ് സ്റ്റീൽ ആൻഡ് പെർസെൻറ്റേജ് AST ലിമിറ്റിംഗ്. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? സോ ആദ്യം നമ്മൾ വേറൊന്നും അല്ല, ഈ അറിയില്ലാത്ത കാര്യം ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഇഫക്റ്റീവ് ഡെപ്ത് ഫ്രം ഫിഗർ. ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? അത് വളരെ ആവശ്യമാണ്. ഈ ഇഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d, ദാറ്റ് ഈസ് 450 മൈനസ് 40. ഓവറോൾ ഡെപ്ത് മൈനസ് ഇഫക്റ്റീവ് കവർ ഈക്വൽ ടു 410 millimeter. ഇതെന്ന് പറയുന്നത് 410 millimeter ആയി. ഓക്കെ, ഇനി ആദ്യം കണ്ടുപിടിക്കാൻ പറയുന്നത് MU ലിമിറ്റാണ്. നമുക്ക് MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് MUവിൻ്റെ ഇക്വേഷൻ അറിയാം ഇല്ലേ?
കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. പക്ഷേ mu ലിമിറ്റ് ആകുമ്പോൾ എന്താണ്, ഇതേ സെയിം ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ. പക്ഷേ ഏത് സെക്ഷനാണ്? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എ ബാലൻസ്ഡ് സെക്ഷൻ. അപ്പോൾ ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ ആണ് mu ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫോർ ബാലൻസ്ഡ് സെക്ഷൻ xu is equal to xu max ആണല്ലോ. xu എന്ന് പറഞ്ഞാൽ xu max ആണ്. ആ xu max എന്താണെന്നുള്ളത് പേജ് നമ്പർ 70 ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. FE 415 ഗ്രേഡ് സ്റ്റീലിന് xu max എന്ന് പറഞ്ഞാൽ 0.48 ടൈംസ് ഇഫക്റ്റീവ് ഡെപ്ത് ഫോർ FE 415 സ്റ്റീൽ. സോ അത് നമുക്ക് എത്ര കിട്ടും? 0.48 ഇൻറ്റു 410 ഇസ് ഈക്വൽ ടു, സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 196.80 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ xu ഈസ് ഈക്വൽ ടു xu മാക്സ് ഹിയർ ഫോർ ബാലൻസ്ഡ് സെക്ഷൻ. അപ്പം ലിമിറ്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് സെക്ഷനാണ് ചെയ്യേണ്ടത്. ലിമിറ്റിംഗ് എന്ന വാക്ക് കേട്ടാൽ അപ്പോൾ ബാലൻസ്ഡ് സെക്ഷൻ ആവശ്യമുള്ളത് വേണം ചെയ്യാൻ. ഓക്കെ, ഇതേ xu ആണ് നമ്മൾ mu ലിമിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എങ്കിലേ mu എന്നുള്ളത് mu ലിമിറ്റ് ആവുള്ളൂ. സോ ഹിയർ moment of resistance, limiting moment of resistance is ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു സെക്ഷനും പരമാവധി റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെൻ്റാണ് ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അത് എപ്പോഴും ഒരു ബാലൻസ്ഡ് സെക്ഷന് മാത്രമേ ആ മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആകുമ്പോൾ സ്റ്റീൽ വളരെ നേരത്തെ ഈൽഡ് ചെയ്യും, അതുകൊണ്ട് അത് വാർണിങ്സ് തരും. സോ ആ ഒരു സെക്ഷനാണ് എപ്പോഴും നല്ലൊരു ഡിസൈൻ ചെയ്യേണ്ട സെക്ഷൻ. ബാലൻസ്ഡ് സെക്ഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ, കാരണം സ്റ്റീൽ ഈൽഡിങ്ങും കോൺക്രീറ്റ് ക്രഷിങ്ങും സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറം ഓവർ റീഇൻഫോഴ്സ്ഡിലേക്ക് നമുക്ക് കടക്കാൻ പോലും പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബീം സെക്ഷൻ മാക്സിമം എത്ര വരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അതാണ് ബാലൻസ്ഡ് സെക്ഷൻ. അതുകൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റിനാണ് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ mu ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. mu ലിമിറ്റ് എന്ന് വെച്ചാൽ mu തന്നെയാണ്. ഓക്കെ, mu ലിമിറ്റ് എന്ന് പറഞ്ഞാൽ mu ഫോർ എ ബാലൻസ്ഡ് സെക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. muവിൻ്റെ ഇക്വേഷൻ എന്താണ്? കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. ഇവിടെ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 0.36 FCK BXU ഇൻറ്റു D മൈനസ് 0.42 XU ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിനകത്തുള്ള എല്ലാ ടേംസും നമുക്കറിയാം. ഏത് XU സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഫോർ ബാലൻസ്ഡ് സെക്ഷൻ ഏതാണോ XU അത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ദാറ്റ് ഈസ് XU മാക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 0.36 into 25 into width of beam is 200 into XU is 196.80 into D is effective depth, that is 410 minus 0.42 into XU is again 196.80. ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 115.96 into 10 power 6 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. So this is otherwise expressed as 115.96 kilonewton meter. Kilonewton meter. So this is the ultimate moment of resistance or the limiting moment of resistance for this section. അല്ലെങ്കിൽ moment of resistance for a balanced section. Balanced section ആയിരുന്നെങ്കിൽ ഇതായിരിക്കും റെസിസ്റ്റ് ചെയ്യുന്ന പരമാവധി മൊമെൻറ്റ്. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. mu ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി പെർസെൻറ്റേജ് സ്റ്റീൽ, ലിമിറ്റിംഗ് പെർസെൻറ്റേജ് സ്റ്റീലാണ് പറയുന്നത്. ലിമിറ്റിംഗ് എന്ന വാക്കുകൊണ്ട് നമ്മളപ്പോൾ ബാലൻസ്ഡ് സെക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്ത് ഇത്രയും ചെയ്തു. ഇനി ഈ ബാലൻസ്ഡ് സെക്ഷന് പരമാവധി എത്ര സ്റ്റീൽ വേണം, എത്ര സ്റ്റീൽ കൊടുത്താലാണ് ഈ സെക്ഷൻ ബാലൻസ്ഡ് സെക്ഷൻ ആകുന്നത്? ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതിന് വളരെ ഈസിയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം. XU is equal to XU max നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, പക്ഷേ XUവിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ എന്താണ്? ഒരു ജനറൽ എക്സ്പ്രഷൻ നമുക്കറിയാമല്ലോ. വാട്ട് ഈസ് ദാറ്റ്? വി നോ XU is equal to
196.80 millimeter എന്ന് അറിയാം. ബട്ട് ജനറലി എന്താണ് XU? ഇറ്റ് ഈസ് 0.87 FY AST ഡിവൈഡഡ് ബൈ 0.36 FCK B. അതാണ് ശരിക്കും പറഞ്ഞാൽ 196.80. ഇവിടെ നമുക്ക് FY അറിയാം, FCK അറിയാം, B അറിയാം, വിഡ്ത്ത് ഓഫ് ബീം. AST അറിയില്ല, പക്ഷേ XUവിൻ്റെ ഫൈനൽ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ AST കണ്ടുപിടിച്ചുകൂടെ? സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് AST കണ്ടുപിടിക്കുന്ന തരത്തിൽ റീഅറേഞ്ച് ചെയ്യുക. സോ AST ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ടേംസ് എല്ലാം ഇതിൻ്റെ ന്യൂമറേറ്ററിലോട്ടും പോവും, ഇതിൻ്റെ ന്യൂമറേറ്റർ ടേംസ് എല്ലാം ഇതിൻ്റെ ഡിനോമിനേറ്ററിലോട്ടും പോവും. 196.80 ഇൻറ്റു 0.36 ഇൻറ്റു FCK ഈസ് 25 ഇൻറ്റു B ഈസ് 200 divided by 0.87 into FY is 415. Okay, so 196.8 into 0.36 into 25 into 200 divided by 0.87 into 415. This is solving by this you will get it as 981.14 millimeter square. So area of steel at the level on the tension side of the singly reinforced beam is equal to 981.14 millimeter square. So ഇതെന്ന് പറയുന്നത് ബാലൻസ്ഡ് സെക്ഷൻ കണ്ടുപിടിച്ചതുകൊണ്ട് ഈ AST ലിമിറ്റിംഗ് AST എന്ന് പറയും, AST ലിമിറ്റ് എന്ന് പറയാം. നമുക്ക് ആവശ്യം ചോദ്യം എങ്ങനെയാണ്? ലിമിറ്റിംഗ് പെർസെൻറ്റേജ് സ്റ്റീൽ. ലിമിറ്റിംഗ് സ്റ്റീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ലിമിറ്റിംഗ് പെർസെൻറ്റേജ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഇത് ഈ പറയുന്ന സ്റ്റീൽ ഈ ടോട്ടൽ ക്രോസ് സെക്ഷനിൽ എത്ര ഏരിയ ആണ് ഒക്കുപ്പൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ പെർസെൻറ്റേജ് സ്റ്റീൽ ഏരിയ ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. ലിമിറ്റിംഗ് പെർസെൻറ്റേജ് സ്റ്റീൽ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്ന AST, ഈ കണ്ടുപിടിച്ച AST എന്നുള്ള സ്റ്റീൽ ഏരിയ ഈ ക്രോസ് സെക്ഷനിൽ എത്ര ഏരിയ ഒക്കുപ്പൈ ചെയ്യുന്നു അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? AST ലിമിറ്റിംഗ് സ്റ്റീൽ ഏരിയ ഡിവൈഡഡ് ബൈ ബീം ഏരിയ, ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അതെത്രയാണ്? അത് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. അതിൽ ഏത് ഡെപ്ത്താണ് എടുക്കുക? വിഡ്ത്ത് ഇൻറ്റു ഇഫക്റ്റീവ് ഡെപ്ത്ത് വേണം എടുക്കാൻ. കാരണം ഈ കവറായിട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് ട്രാൻസ്ഫറിന് ഇഫക്റ്റീവ് അല്ല. ഇവിടെയുള്ള കോൺക്രീറ്റ് ശരിക്കും ഇഫക്റ്റീവ് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ കവറിൻ്റെ ഏരിയ ഒരിക്കലും ബീം ഏരിയയിൽ ഉൾപ്പെടുത്താറില്ല. സോ സ്മോൾ ബി ഇൻറ്റു സ്മോൾ ഡി, വിഡ്ത്ത് ഓഫ് ദ ബീം ഇൻറ്റു ഇഫക്റ്റീവ് ഡെപ്ത്ത് ആണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റു 100. ഇതിനകത്ത് എത്ര ശതമാനം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 981.14 divided by B into D. B is 200 into depth, effective depth of beam is 410 millimeter into 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? You will get it as 1.197%. ജസ്റ്റ് ഒരു ശതമാനത്തിനേക്കാളും ജസ്റ്റ് മുകളിലെ ഈ സ്റ്റീൽ ഏരിയ ആകുന്നുള്ളൂ. ഓക്കെ, സോ പെർസെൻറ്റേജ് സ്റ്റീൽ, ലിമിറ്റിംഗ് പെർസെൻറ്റേജ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ നമ്മളെപ്പോഴും ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ ബീം ക്രോസ് സെക്ഷണൽ ഏരിയ. അതിനകത്ത് ഡെപ്ത് ഓഫ് ബീം ഈസ് ഓൾവേസ് ചോസൺ ആസ് ദ ഇഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, സോ ലിമിറ്റിംഗ് സ്റ്റീൽ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞു.